ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ജൂലൈ പകുതിയായില്ലേ. ജൂലൈ പകുതി തൊട്ട് ഒരു സെപ്റ്റംബർ ലാസ്റ്റ് വരെ ചൂട് അസഹനീയമാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഈ ഫോണിൽ വീഡിയോ എടുക്കാനായിട്ട് 3-4 പ്രാവശ്യം ട്രൈ ചെയ്തു. ഫോൺ ചൂട് കാരണം ഓഫ് ആയി. അവസാനം ഞാൻ തണൽ തപ്പി വന്നത് നിങ്ങൾ കണ്ടില്ലേ. ഈ തണലിൻ്റെ അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ പൊള്ളിപ്പോവും. ശരിക്കും ടെമ്പറേച്ചർ കുറവാണ്, 27-28 ഉള്ളൂ. പക്ഷെ താങ്ങത്തില്ല. ഒരു അടുപ്പിച്ച് 2-3 വർഷം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചൂടുകാലം കഴിഞ്ഞാൽ തീരെ പറ്റൂല. എനിക്ക് തന്നെ പറ്റണം. ഞാൻ നേരത്തെ കുളിക്കുകയാണ്. അപ്പോൾ അതാണ് കേസ്. അതല്ല കേസ്. നമ്മളത് പറയാൻ വന്നതല്ല. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പലർക്കുള്ളൊരു പ്രത്യേകതര സംശയമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞ് വിസ എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ ഉള്ളവർക്ക് ആരും സംശയം ഉണ്ടാവില്ല. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു സാമാന്യ സംഭവങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നേരമൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നുള്ള ഒരു ആവലാതി അത് വലുതാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഇച്ചിരിയായാലും ഒന്ന് അവർക്കൊക്കെ ഒന്ന് സമാധാനമാവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസ്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങളിവിടേക്ക് വരാൻ പോകുന്നത് ഡി ടൈപ്പ് വിസ വെച്ചിട്ടാണ്. അതായത് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ. ഷെങ്കൻ കാറ്റഗറി ഞാനിതിൽ പറയുന്നേ ഇല്ല. അതായത് വിസിറ്റിംഗ് ഷെങ്കൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് വിസിറ്റ് അങ്ങനത്തെ കേസിലൊക്കെ വരുന്ന ടീമിനോട് ഞാനല്ല. അതല്ലാതെ സ്റ്റുഡൻ്റ് ആയിട്ടോ വർക്കിനോ വരുന്ന ഒരാൾക്ക് കിട്ടുന്ന വിസ എന്ന് പറയുന്നത് ഡി ടൈപ്പ് വിസയാണ്. അപ്പോൾ ആ വിസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വിസയല്ല, നിങ്ങൾക്ക് ഇവിടെ ലീഗലി നിൽക്കുന്ന സംഭവം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TRC എന്ന് പറയുന്ന ഒരു കുഞ്ഞു സാധനം വെച്ചിട്ട്, കുഞ്ഞു കാർഡ് എനിക്ക് കിട്ടിയിട്ടില്ല, എന്നാലും കിട്ടും, അടുത്ത് തന്നെ കിട്ടേണ്ടതാണ്. ഇപ്പോൾ TRC എന്ന് പറയുന്ന കാർഡ് എന്ന് പറയുന്നത് ടെമ്പററി റെസിഡൻസ് കാർഡ്. PR കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അത് കിട്ടാൻ നല്ല കാലതാമസവും നല്ല കാലസമയവും ഒക്കെ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നില്ല. കാരണം നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കാർഡ്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാർഡും എന്ന് പറയുന്നത് TRC ആണ്, ടെമ്പററി റെസിഡൻസ് കാർഡ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോൾ അപ്ലൈ ചെയ്യണം, അതാണ് ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് പലരും കുഴപ്പമില്ല പിന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നല്ല സ്ട്രിക്റ്റ് ആണ്. പണി നല്ല രീതിയിൽ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോ തന്നെ പറയാം. എൻ്റെ കാര്യം കൂട്ടിക്കുഴച്ച് ഇതിനകത്ത് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ TRCക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ വിസ തീരുന്നതിനും അറ്റ്ലീസ്റ്റ് ഒരു 5 മാസം മുന്നെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പരിപാടി തുടങ്ങുക. കാരണം VFS എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടിയോ ആ ബുദ്ധിമുട്ടൊക്കെ ഈ പറയുന്ന TRCക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോയിൻമെൻറ്റ് കിട്ടാൻ നല്ല പാടാണ്. പക്ഷേ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ബന്ധോ ഭാഗ്യം ഇതേവരെ ഇവിടുത്തെ ഏജൻസിക്കാർക്ക് അതിനുള്ള ബുദ്ധി ഉറക്കാത്തതുകൊണ്ട് അപ്പോയിൻമെൻറ്റിന് അവർ കാശ് മേടിക്കുന്നില്ല. അപ്പോയിൻമെൻറ്റ് നമ്മൾ ഏതൊരു ലോയർ അല്ലെങ്കിൽ ഏതൊരു ഏജൻസിനും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ അവർ പറഞ്ഞു പോകും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അതല്ലാതെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ഒരു പേയ്മെൻറ്റ് പരിപാടി ഇല്ല. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക, ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ VFSനെ പോലെ ഡോക്യുമെൻറ്റിനൊക്കെ മുന്നേ ഞാൻ ഡീറ്റെയിൽ വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ കയറി കണ്ടാൽ മതി. ഇതിനകത്ത് ഞാൻ കുറച്ചൊക്കെ പറയാം. അപ്പോൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പാസ്പോർട്ടിൽ നിങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്ത് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലീഗലി പോളണ്ടിൽ നിൽക്കാൻ യോഗ്യരാണ്. അപ്പോൾ അതാണ് കേസ്. അതില്ലാതെ നിന്നാലും കുഴപ്പമൊന്നുമില്ല, നിൽക്കുന്നവരുണ്ട്. പക്ഷേ പിടിച്ചാൽ പണിയാവും, ഡിപ്പോർട്ട് ചെയ്ത് കളയും. ഇനി ഈ പറയുന്ന വിസ എക്സ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പരമാവധി ജോലിക്കൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പോകും. പിടിച്ച് ബോർഡർ കൺട്രോളർ എങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന വിസ കഴിഞ്ഞിട്ടാണ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തേക്കുന്നത്, അതായത് ഈ പറയുന്ന TRC ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ചിലപ്പോൾ ഡീപ്പോർട്ട് അടിച്ച് കിട്ടും. കാരണം ഞാനിപ്പോൾ ഈ അടുത്ത് ലിത്വാനിയയിൽ നിന്നൊക്കെ വന്നവർ കുറച്ച് നാട്ടിൽ നിന്നവർക്ക് ഡീപ്പോർട്ട് അടിച്ച് കിട്ടിയ കേസ് ഞാൻ കേട്ടായിരുന്നു. ഡീപ്പോർട്ട് അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടി, സംസാരം പരിപാടി, അപ്പീൽ ചെയ്യൽ പരിപാടി ഒന്നും നാട്ടിൽ പോകാൻ പോയി പിന്നെ യൂറോപ്പിലേക്ക് എല്ലാവിടേക്കും കാലത്തിൽ നടപടിയാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പേർക്ക് ആൾക്കാർ കയറുന്നതിൻ്റെ പേരിൽ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വരുന്നാലും നിങ്ങൾ എത്ര സബ്മിറ്റ് ചെയ്താലും റിജക്ഷൻ അടിച്ച് തരും. അപ്പോൾ പരമാവധി ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആക്കുക. അതേപോലെ ഈ പറയുന്ന വിസ എക്സ്പയർ ആവുന്നതിന് മുൻപ് TRCക്ക് സബ്മിറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ TRCക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മുന്നേ ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തേർഡ് പാർട്ടി വഴിയായിട്ടായാലും ക്യാഷ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി എന്ന്. പക്ഷേ അത് വെച്ചാലും കിട്ടാം, പക്ഷേ അതിൻ്റെ ഉള്ള ആ ഒരു സക്സസ് റേഷ്യോ ഇല്ല. അതങ്ങോട്ട് നല്ല താരതമ്യേന കുറഞ്ഞിരിക്കുകയാണ്. സോഴ്സ് ഓഫ് മണി ഇവിടുത്തെ ടീമുകൾ ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ജെന്യൂൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കും, സോഴ്സ് ഓഫ് ഇൻകം കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ പരമാവധി അത് അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ എല്ലാവരോടും ചോദിച്ച് ക്യാഷ് അറേഞ്ച് ചെയ്ത് ഡോക്യുമെൻറ്റ് കാണിക്കാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങളുടെ ഫീസ് ഒരു 20,000 സ്ലോട്ട് 25,000 സ്ലോട്ടിയാണ്. പിന്നെ നിങ്ങൾ 70,000 സ്ലോട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു മാക്സിമം 40 നിർത്താൻ നോക്കാം. മാക്സിമം 40. എൻ്റെ ഫീസ് എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ എനിക്കൊരു 70,000 ഒന്നും വരെ കാണിച്ചാൽ വലിയ പ്രശ്നമില്ല. 1,00,000 സ്ലോട്ടിയാണ്. പിന്നെ ഈ കാണിക്കേണ്ടത് നിങ്ങളുടെ പോളിഷ് ബാങ്ക് അക്കൗണ്ടിലാണ്. ഇന്ത്യനോ വേറെ ഏത് രാജ്യത്തല്ല, പോളിഷ് ബാങ്കിൽ നിങ്ങൾക്കുള്ള അക്കൗണ്ടിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ കാണിക്കേണ്ടത്. പിന്നെ നിങ്ങൾ പരമാവധി നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം ബാങ്ക് ഉപയോഗിക്കുക. കാരണം പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ഇതിനു വേണ്ടി തന്നെ തുറന്ന് കാണിച്ചാൽ ഏത് പൊട്ടനും മനസ്സിലാവും ഇതിലെന്തോ ഒരു കാര്യമുണ്ടെന്ന്. ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല, എന്നാലും ഒരു പരിധിവരെ കാര്യമുണ്ട് എന്ന് നമുക്ക് അവർക്ക് വിചാരിക്കാമല്ലോ. അവർക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ചോദിക്കും. പിന്നെ സോഴ്സ് ഓഫ് ഇൻകം കാര്യങ്ങളൊക്കെ കാണിച്ച് പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കൽ ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ അതാണ് കേസ്. പരമാവധി ഇങ്ങനെ കാണിക്കാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ഉണ്ട്, അതിൻ്റെ കൂടെ അവിടെ നിന്ന് കോൺട്രാക്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റും കൂടി കാണിക്കുക. അതും നല്ലതായിരിക്കും ഈ സോഴ്സ് ഓഫ് മണി കിട്ടും. കാരണം ഈ TRCക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് ഈ പറയുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ചവർ പരിപാടിയാണെങ്കിലും അങ്ങനെയാണ്.
അപ്പോൾ ഞാൻ വേറെ എന്താ പറയാനുള്ളത്, പിന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിസ ഒന്നല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിംഗിൾ എൻട്രി അടിച്ചിട്ടുണ്ടാവും. ടെൻഷൻ ഒന്നും അടിക്കണ്ട. മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിൽ നിങ്ങൾക്ക് വിസ എക്സ്പയർ ആവുന്നതിന് മുന്നേ നാട്ടിലേക്ക് പോയിട്ട് വരാം. സിംഗിൾ എൻട്രി ആണെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് പോകാൻ നിൽക്കരുത്, പിന്നെ തിരിച്ച് കാലുത്താൻ പറ്റില്ല. വിസ ടൈം പീരീഡ് കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും. കാരണം സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഒറ്റ തവണ കയറാം, പിന്നെ ഇറങ്ങുന്ന പരിപാടിയില്ല. TRC അപ്ലൈ ചെയ്ത് സെറ്റായി കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. സിംഗിൾ എൻട്രി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിലൊക്കെ കറങ്ങാം, എങ്കിലും സൂക്ഷിച്ചും കണ്ടും കറങ്ങാം. ആർഭാടായിട്ട് കറങ്ങി പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എവിടെയാണ് നെതർലാൻഡ്സിലൂടെ പോയി നൈസായിട്ടൊന്ന് പിടിച്ചായിരുന്നു. പിന്നെ ഒന്ന് അവിടെ കുറച്ച് ഇമോഷണൽ സാധനങ്ങളൊക്കെ ഇട്ട് അവസാനം അവർ വിട്ടു. അവർക്ക് ഈ പറയുന്ന വ്യക്തിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം വിട്ടു. ആ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ TRC സബ്മിറ്റ് ചെയ്യുമ്പോഴും പരമാവധി ഈ പറയുന്ന നിങ്ങളുടെ വിസ കാലാവധി തീരുന്നതിന് മുൻപ് സബ്മിറ്റ് ചെയ്യുക. അതേപോലെ പരമാവധി പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിക്കാനും നോക്കാം. ഇനി എൻ്റെ കേസിലേക്ക് പറയുകയാണെങ്കിൽ ഞാൻ വന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് 6-ാം മാസം തൊട്ട് തപ്പി തുടങ്ങി. അവസാനം ഒരു ഏജൻസീനെ കണ്ടുപിടിച്ചു. വലിയ കുറവൊന്നുമില്ല, എല്ലാവരും മേടിക്കുന്ന കാശാൻ അവരും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ 1 മാസം എന്നോട് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കൃത്യം 1.5 മാസമായപ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. 1 മാസം വെയിറ്റിംഗ് പീരീഡ് 1.5 മാസം കഴിഞ്ഞപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ ഡോക്യുമെൻ്റൊക്കെ അറേഞ്ച് ചെയ്തു. ഏത് ഏജൻസി ആയാലും കാശ് മേടിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ പോലെ ദ്രാനയും കുതിരയും ചക്കയും മാങ്ങയെന്നൊക്കെ പറയും. പക്ഷേ പരിപാടിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്യേണ്ടി വരും. ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ തന്നെയൊക്കെ അറേഞ്ച് ചെയ്തു. ഓൾമോസ്റ്റ് അല്ല 99.9% അവർ ആകപ്പാട് ചെയ്തതെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം നോക്കി പിന്നെ എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചു. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതാണ് പ്രധാനവും. കാരണം അപ്ഡേഷൻസ് അറിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റും. അല്ല, ഇതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാൻ നിന്നില്ല. അതുകൊണ്ട് ഏജൻസിയിൽ പിടിച്ചു. ഞാൻ ആ ഏജൻസിയെ റെക്കമെൻഡ് ചെയ്യുള്ളൂ നിങ്ങൾക്കും. കാരണം പുതിയ രാജ്യമാണ്, റൂൾസ് ഇവിടെ തുമ്മിയ തുറങ്ങുന്ന പോലെ മാറ്റിക്കൊണ്ടേയിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പരമാവധി അങ്ങനെ നോക്കാം. അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് 14 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിസിഷൻ വന്നു. ഇപ്പോൾ ഡിസിഷൻ വന്ന് വെയിറ്റിംഗ് ആണ് കാർഡ് കിട്ടാൻ വേണ്ടി. കാർഡ് കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാർഡ് കിട്ടിയിട്ടൊന്ന് നാട്ടിലേക്കൊക്കെ പോകാൻ. പക്ഷേ കിട്ടാതിരിക്കില്ല, കിട്ടണമെന്നാണല്ലോ അതിൻ്റെ ഒരു ഇത്. കിട്ടാണ്ടിരിക്കില്ല, കാരണം അങ്ങനെയാണ്. പിന്നെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത അന്ന് തന്നെ എനിക്ക് സ്റ്റാമ്പ് അടിച്ച് കിട്ടിയായിരുന്നു പാസ്പോർട്ടിൽ. സ്റ്റാമ്പ് അടിച്ചിട്ട് കഴിഞ്ഞ് ലീഗലി ഞാൻ ഇവിടെ യോഗ്യനാണ് നിൽക്കാൻ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് സ്റ്റാമ്പ് അടിച്ച് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഏജൻസി വഴി ചെയ്തിരുന്നുണ്ട്. അവരുടെ അടുത്ത് നിങ്ങൾ ഡോക്യുമെൻറ്റ് ഉർഷാദ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ. ഉർഷാദിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തതിൻ്റെ പ്രൂഫ് ചോദിക്കുക. ആ ഒരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പാർട്ട് ടൈം ജോലിക്ക് ആയാലും നോക്കാൻ പറ്റും. ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ പാസ്പോർട്ട് വിസ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാമ്പ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിയിട്ടിട്ട് നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും. അതാണ് കേസ്. നാട്ടിൽ നിന്ന് വരുന്നവർ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങളുടെ ഒരു വിസ തീരാൻ ഒരു 3-4 മാസം മുന്നുള്ള സമയത്ത് എങ്ങനെയാലും നോക്കി തുടങ്ങാൻ, ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. അതുവരെ ചില്ലാവുക, ജോലി പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കാം. അത്രയുള്ള കാര്യങ്ങൾ. ഞാൻ ടയർഡായി. ഇതിപ്പോൾ 3ാമത്തെ ടേക്കാൻ പോകണം, കാരണം ഫോൺ ഓഫായി പോയതുകൊണ്ട്. ഇപ്പോൾ ഫോൺ ഓഫായി പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കണേ. അപ്പോൾ അതാണ് കേസ്. പിന്നെ വെക്കേഷനാണ്, പരീക്ഷയൊക്കെ കഴിഞ്ഞ് പാസ്സായി. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ പറഞ്ഞുതരാം. കാരണം കുറേ പേര് ചോദിച്ചായിരുന്നു ഞാൻ പഠിക്കുന്ന കോഴ്സ് കാര്യങ്ങളൊക്കെ. നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. പിന്നെ ജോലി കാര്യങ്ങളായിട്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ പ്ലാൻ ചെയ്തൊന്നും നല്ല വരുന്നത്. അപ്പോൾ എന്താണോ തലയിലേക്ക് വരുന്നത് അതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ടൊന്ന് കുത്തി മിനിക്ക് ഒരു സെറ്റാക്കി ഒരു വീഡിയോ ആക്കിയിട്ട് അങ്ങോട്ട് പറയുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണും. കാരണം അത്രയും പ്രിപ്പറേഷൻ മുന്നത്തെ പോലെ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം സമയമില്ല. അപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സ്ഥിരം ചെയ്യാറുള്ള പോലെ തന്നെ നിങ്ങളൊന്ന് പയ്യെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. പോളണ്ടിലേക്ക് വരുന്നവർക്കായാലും ശരി, വേറെ ഏത് രാജ്യത്തേക്ക് പോകുന്നവർക്കായാലും ഷെയർ ചെയ്യും. അവർക്ക് ഗുണം ചെയ്ത് എങ്ങനെ അവർക്ക് മനസ്സ് മാറിയാലോ. അതേപോലെ സബ്സ്ക്രൈബും ചെയ്യും. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറ, അത് എനിക്ക് ഉപകാരപ്പെടും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ പറയാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരണേ പ്ലീസ്. കാരണം ഞാൻ കമൻറ്റ്സ് നോക്കാറില്ല യൂട്യൂബിൽ, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട്. ഞാൻ പോകട്ടെ. ബൈ.